ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് അനിമേറ്റ് ചെയ്തത് ഫോട്ടോഷോപ്പിൽ വെച്ചാണ്. ഫോട്ടോഷോപ്പിൽ എങ്ങനെ അനിമേഷൻസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു റീനസ് അക്കാഡമി 100 days 100 tutorials. അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു ഡിസൈൻ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ടൈം ലൈൻ വേണം. വിൻഡോയിൽ വരിക, ടൈം ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ടൈം ലൈൻ വരും. നമ്മുടെ ലെയർ പാനലിലുള്ള ലെയേഴ്സ് അതുപോലെ ടൈം ലൈനിൽ വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. റീനസ് അക്കാഡമിയുടെ ഈ ലോഗോയാണ് നമ്മൾ ഇവിടെ അനിമേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 ലെയർ ആണ് ഉള്ളത്. ആദ്യം ക്രിയേറ്റ് വീഡിയോ ടൈം ലൈൻ കൊടുക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ട്. ഇതാണ് നമ്മുടെ ലോഗോ ലെയർ എന്ന് പറയുന്നത്. ലെയറിന്റെ ഈ ഭാഗത്ത് ഒരു എക്സ്പാൻഷൻ ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഏത് ഫീച്ചർ ആണോ നമ്മൾ അനിമേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കീ ഫ്രെയിമും കൂടെ ആഡ് ചെയ്യും. ഫസ്റ്റ് കീ ഫ്രെയിം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് കീ ഫ്രെയിമിൽ പോകുന്നു. കൺട്രോൾ ടി പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻസ് ചെറുതാക്കി വെക്കുന്നു. പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീ ഫ്രെയിമിൽ നിന്നും ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ ലോഗോ വലുതായിട്ട് വരുന്നതായിട്ട് കാണാം. ട്രാൻസിഷൻ ഇഫക്ട്സ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഫെയ്ഡ് ആണ് നമുക്ക് വേണ്ടത്. ഇത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇനി കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അനിമേഷന്റെ ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ്. അനിമേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ പിന്നീട് ചെയ്യാം. ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെൻഡർ വീഡിയോ കാണാം. അല്ലെങ്കിൽ ഫയലിനകത്തും എക്സ്പോർട്ട് ഓപ്ഷനിൽ റെൻഡർ വീഡിയോ കാണാം. ഫയൽ നെയിം കൊടുക്കുക, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക ആൻഡ് ഫയൽ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, റെൻഡർ കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. സോ ദിസ് ഇസ് ഇറ്റ്. Thanks for watching. See you on the next video.